ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ചെമ്പഴന്തിയിൽ സംഘടിപ്പിച്ച തിരുജയന്തി മഹാസമ്മേളന പരിപാടിയിൽ നിന്നും വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാം ഗാനന്ദ്. പ്രതിപക്ഷ നേതാവ് ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ട്രസ്റ്റ് ഭാരവാഹികളെ അറിയിച്ചിരുന്നത്. അതേസമയം SNDP സംഘടിപ്പിച്ച എറണാകുളത്തെ ഗുരുജയന്തി ആഘോഷങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് വിമർശനവുമായി സ്വാമി രംഗത്ത് വന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അല്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരുന്നതിനാൽ ശക്തമായ വിയോജിപ്പുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സമ്മേളനത്തിലേക്ക് വി.ഡി. സതീശനെ ക്ഷണിക്കാറുണ്ടായിരുന്നുള്ളത് എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സമ്മേളനത്തിന് വി.ഡി. സതീശൻ എത്താറുണ്ട്. ഈ വർഷവും ക്ഷണിച്ചിരുന്നുവെന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ പങ്കെടുക്കാനാകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എറണാകുളത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നും രാഷ്ട്രീയ വിവാദങ്ങളുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നത് ശരിയായില്ല എന്നും സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞിരിക്കുകയാണ്. ദേവന്റെ പാത്രങ്ങൾ കഴുകുന്നതിൽ നിന്ന് പോലും ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ വിലക്കുന്ന സ്ഥിതി വിശേഷണമാണ് ഇപ്പോഴുള്ളത്. കൂടൽമാണിക്യവും ഗുരുവായൂരിലെ പുണ്യാഹവും ഗുരുസ്വപ്നം കണ്ട ലോകത്തേക്കാൾ ഇനിയും ബഹുദൂരമുണ്ട് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത് എന്നും സ്വാമി പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മഹാസമ്മേളനത്തിൽ സംഘപരിവാറിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. നവോത്ഥാന നായകരെ ഹൈജാക്ക് ചെയ്യാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നും അത് തടയാനായില്ല എങ്കിൽ ആപത്താണ് എന്നും മുഖ്യമന്ത്രി പറയുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തള്ളിയിരിക്കുകയാണ് വി.ടി. ബൽറാം. സമൂഹ മാധ്യമങ്ങളുടെ ചുമതല തനിക്ക് എന്ന് വി.ടി. ബൽറാം പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് തന്ന ഒരു സംഘടനാ ചുമതല മാത്രമാണ് അത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എന്നെ പുറത്താക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പ്രതികരിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ പവർ ഗ്രൂപ്പിനൊപ്പം നിലകൊണ്ട ബൽറാമിന് പിന്തുണയ്ക്കാൻ വിചിത്രവാദവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. ഡിജിറ്റൽ മീഡിയ ടീം കോൺഗ്രസിനായി പ്രവർത്തിക്കുന്നതായി അറിയില്ല എന്നും അതുമായി തനിക്ക് ബന്ധമില്ല എന്നുമാണ് വി.ഡി. സതീശന്റെ വാദം. കോൺഗ്രസ് വിരുദ്ധരാണോ പേജ് ഉണ്ടാക്കിയത് എന്നുള്ള സംശയമുണ്ട് എന്നും വി.ഡി. സതീശൻ പറയുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധമായാണ് UDF കൺവീനറുടെ പ്രതികരണം. ബൽറാമിനെ ഡിജിറ്റൽ മീഡിയ ചുമതലയിൽ നിന്നും നീക്കിയെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അതേസമയം വിവാദ പോസ്റ്റിൽ KPCC നേതൃത്വത്തോടെ ഹൈക്കമാൻഡ് വിശദീകരണം തേടിയിരിക്കുകയാണ്. ജാഗ്രത കുറവും സൂക്ഷ്മത കുറവും ഉണ്ടായി എന്നാണ് വിഷയത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ വി.ടി. ബൽറാമിനോട് സണ്ണി ജോസഫ് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം വി.ഡി. സതീശൻ പവർ ഗ്രൂപ്പിനൊപ്പം നിലകൊണ്ട് ബൽറാമിന് തന്റെ പദവി നഷ്ടമാകും എന്നുള്ള സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ ടീമിനെ അറിയില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ വിചിത്രവാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ കോൺഗ്രസ് സൈബർ വിഭാഗം ആക്രമിച്ചതിൽ മുതിർന്ന നേതാക്കൾക്കും ബൽറാമിനോട് അതൃപ്തിയുണ്ട്.